ഇതിപ്പോൾ ടൈഗറിൻ്റെ കാഷ്ടമാണിത്. നേരത്തെ നമ്മൾ പുലിയുടെ കാഷ്ടം കണ്ടല്ലോ, ഇത് ടൈഗറാണ്. അപ്പോൾ ടൈഗർ വന്ന് താഴെ ചോലയിലേക്ക് പോയ വഴിയിൽ കാഷ്ടിച്ചാണിത്. അപ്പോൾ ഒരു ടൈഗർ നമ്മളൊരു കാടിൻ്റെ ജീവനാണ്. ടൈഗറിന് വേണ്ടിയിട്ടാണ് ധാരാളം ലോകത്തെ മനുഷ്യർ ഫണ്ട് ഇറക്കുന്നത്. കാട്ടിൽ ടൈഗർ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. കേരളത്തിൽ 2 ടൈഗർ പ്രൊജക്റ്റുകളുണ്ടല്ലോ, ഒന്ന് പറമ്പിക്കുളം ടൈഗർ പ്രൊജക്റ്റും പെരിയാർ ടൈഗർ പ്രൊജക്റ്റും. അപ്പം വയനാടിന് ടൈഗർ പ്രൊജക്റ്റ് ആക്കാൻ നോക്കിയപ്പോൾ വലിയ സമരങ്ങളായിരുന്നു. വയനാട് കടുവ വേണ്ട. അപ്പോൾ ഈ ടൈഗർ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ കടുവനെ നാട്ടിൽ കൊണ്ടുപോയി ഇടുകയോ കാട്ടിൽ കൊണ്ടുപോയി ഇടുകയോ ചെയ്യുന്നതല്ല. വയനാട്ടിൽ വലിയ ഫ്ലെക്സുകൾ വെച്ചിരുന്നു, വയനാടിനെ ടൈഗർ ആവാസ കേന്ദ്രമാക്കാൻ സമ്മതിക്കൂല എന്ന്. നിലവിലുള്ള ടൈഗേഴ്സ്, നമ്മളുടെ നാട്ടിൽ ടൈഗർ ഉണ്ടെങ്കിൽ ആ ടൈഗറിൻ്റെ ജീവൻ പോവാതെ കാത്തിരിക്കാൻ വേണ്ടിയിട്ടും ടൈഗറിൻ്റെ എണ്ണത്തിൻ്റെ കുറവ് വരാതിരിക്കാനൊക്കെയാണ് ഈ പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നത്. ഇപ്പോൾ ടൈഗർ ഉണ്ടെങ്കിലേ കാട് നിലനിൽക്കുള്ളൂ. കാരണം നമ്മൾ ഈ സൈലൻറ്റ് വാലിയിലെ ഗേറ്റിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ആനയുടെ മേലെ ടൈഗർ നിൽക്കുന്നതാണ്, ആനയെ കൊല്ലുന്നതാണ്. നമ്മളത് കാണാൻ പോകുന്നുണ്ട് ആ സ്ഥലം. അപ്പോൾ ആനയുടെ എണ്ണത്തെയും കാട്ടുപോത്തിൻ്റെ എണ്ണത്തെയും മാനുകളുടെ എണ്ണത്തെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പുലിയും കടുവയൊക്കെ ഉണ്ടായിട്ടാണ്. അല്ലെങ്കിൽ ഇവർ വെറ്റുവരുക്കും. ഒരു കടുവ കാട്ടിലില്ലെങ്കിൽ എത്രയോ കാട്ടുപോത്തുകളുടെ എണ്ണം കൂടും. അവരെ കാട്ടിലെ പുല്ല് മുഴുവൻ തിന്നും, പുതിയ ചെടികളെ തിന്നും, മരങ്ങളെ ഇല്ലാതാക്കും. അങ്ങനെ കാട് ഉണങ്ങും. കാട് ഉണങ്ങുമ്പോൾ വെള്ളം ഇല്ലാതാകും. വെള്ളം ഇല്ലാതാകാമെന്നല്ല, പ്രത്യക്ഷത്തിൽ ഏറ്റവും വലിയ പ്രശ്നം വയനാട്ടിലാണെങ്കിൽ വയനാട് വരണ്ട് ഉണങ്ങിപ്പോവും. കാരണം വയനാട്ടിലെ ബന്ദിപ്പൂർ ഭാഗത്തു നിന്ന് വരുന്ന ഗുണ്ടൽപേട്ട ഭാഗത്തു നിന്ന് വരുന്ന ചൂടുള്ള കാറ്റിനെ വയനാട്ടുകാർക്ക് എത്തിക്കാതെ തടഞ്ഞു നിർത്തുന്നത് ഈ ബന്ദിപ്പൂർ വാഹനങ്ങളും മുത്തങ്ങ കാടുകളാണ്. ആ കാട് അങ്ങ് അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വയനാടൻ കുരുമുളകില്ല, വയനാട്ടിലെ കാപ്പിയില്ല, വയനാട്ടിലെ കാലാവസ്ഥയില്ല, അവിടുത്തെ ചെടികളില്ല, പൂക്കളില്ല. വയനാട് ഒരു വരണ്ട പാലക്കാട് പോലത്തെ ഒരു സ്ഥലമാവും. പാലക്കാട് അതാണല്ലോ സംഭവിച്ചത്. പാലക്കാട് വെസ്റ്റേൺ ഗഡ്സ് ഇല്ല, പാലക്കാട് ഗ്യാപ്പിൽ വെസ്റ്റേൺ ഗഡ്സ് ഇല്ല, അകന്ന് 45 കിലോമീറ്റർ അകന്ന് നിന്നു. അതുകൊണ്ട് പാലക്കാട് ഏറ്റവും ചൂടുള്ള സ്ഥലമായി. പാലക്കാട്ടെ ചെടികളും മരങ്ങളും ആയിരിക്കും വയനാട്ടിൽ വരിക ഭാവിയിൽ, ഈ കാടില്ലാതായി കഴിഞ്ഞാൽ. അപ്പം പിന്നിൽ ടൈഗറുണ്ട്. ടൈഗറിന് അത്രയും വലിയ പ്രസക്തി ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു ടൈഗറിൻ്റെ കാഷ്ടം കാണുക എന്ന് പറയുന്നത് അഭിമാനപൂർവ്വം പറയാം, ഇതൊരു ജീവിക്കുന്ന കാടാണെന്ന്.